We salute real heroes. കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക ചരിത്രത്തിൽ വലിയ പങ്കുവഹിച്ചിരുന്നു ആലുവയ്ക്കടുത്തുള്ള മൂഴിക്കുളം. മൂഴിക്കുളം കച്ചമായിരുന്നു അതിൽ പ്രധാനം. സാമൂഹിക ബന്ധങ്ങൾക്ക് ആസ്പദമായ വഴക്കങ്ങൾ ക്രമീകരിക്കുന്ന ചട്ടങ്ങളായിരുന്നു മൂഴിക്കുളം കച്ചം. കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങൾക്കുമായുള്ള ഒരു ഭരണവ്യവസ്ഥയും ഇത് നിർദ്ദേശിച്ചിരുന്നു. ഒപ്പം ക്ഷേത്രകലകളുടെയും സംഗീതത്തിന്റെയും ഒക്കെ നാടായും മൂഴിക്കുളം അറിയപ്പെട്ടു. ചേര സാമ്രാജ്യത്തിന്റെ കീഴിൽ കേരളത്തിൽ ശക്തമായ 4 പാഠശാലകളിൽ ഒന്നായിരുന്നു മൂഴിക്കുളം പാഠശാല. നൂറ്റാണ്ടുകൾക്കിപ്പുറം ആ ചരിത്രഗരിമ കേട്ടറിഞ്ഞ ഒരാൾ മൂഴിക്കുളത്തിന്റെ പാരമ്പര്യം ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ ധൈര്യപ്പെടുന്നു. സ്വകാര്യമായ ഒരു സ്വപ്നം എങ്ങനെ ഒരു പ്രദേശത്തിന്റെ അഭിമാനമാകാമെന്ന് തെളിയിക്കുന്നു പ്രേംകുമാർ. മൂഴിക്കുളത്ത് ജനിച്ചു വളർന്ന വ്യക്തിയാണ് പ്രേംകുമാർ. കുട്ടിക്കാലം മുതൽ പ്രേം കേട്ടറിഞ്ഞിരുന്നു മൂഴിക്കുളത്തിന്റെ പൗരാണിക പ്രാധാന്യം. മൂഴിക്കുളത്തെ ഓരോ വഴികളും നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സംസ്കാരത്തിന്റെ കഥ പ്രേമിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഓങ്കാരവും വേദമന്ത്രങ്ങളും നിറഞ്ഞു നിന്നിരുന്ന ഒരു പാഠശാലയുടെ അവശേഷിപ്പുകളിലൂടെയാണ് താൻ ഒഴുകുന്നതെന്ന് ചാലക്കുടി പുഴയും പറഞ്ഞുകൊടുത്തു. കേരളത്തിൽ വേദപഠനത്തിനായി അന്നുണ്ടായിരുന്ന പ്രധാന ശാലകളിലൊന്നായ തിരുമൂഴിക്കുളം ശാലയുടെ സ്ഥാനം ഇന്നത്തെ ചാലക്കുടി പുഴയിലാണെന്നാണ് വിശ്വാസം. ആ ചരിത്രശേഷിപ്പുകളെ എന്നേക്കുമായി ഒളിപ്പിച്ച് പുഴ വഴിമാറി ഒഴുകുകയായിരുന്നത്രേ. ക്ലാസ് മുറികളിൽ കേട്ടുമറക്കുന്ന ചരിത്ര പഠനം പോലെ ആയിരുന്നില്ല പ്രേമിന് ജനിച്ചു വളർന്ന നാടിന്റെ ചരിത്രം. കേട്ടറിഞ്ഞ ആ ചരിത്രത്തോട് പുലബന്ധം പോലുമില്ലാത്ത ഒരു ജീവിതശൈലി പ്രേമിനെ അസ്വസ്ഥനാക്കി. കലയും പ്രകൃതിയും സംസ്കാരവും അന്യമാകുന്ന ഒരു ജീവിതത്തിൽ നിന്ന് പുറത്തു കടക്കണമെന്ന് തീരുമാനിച്ചു. എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് മൂഴിക്കുളം ശാല ജൈവ ക്യാമ്പസ്. അപ്പോൾ ഈ ഒരു മൂഴിക്കുളത്തിൻ്റെ ഒരു ഹിസ്റ്ററി എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ മനസ്സിൽ കിടന്ന് DC ബുക്സിലെ ഒരു ജോലിയും അത് തന്നൊരു സൗഹൃദവും അതിൻ്റെ ഒരു സ്പേസും എറണാകുളത്തിൻ്റെ പട്ടണത്തിൻ്റെ ഒരു ഭംഗിയുമൊക്കെയാണ് എന്നെ ഇത്തരത്തിൽ ഒരു മൂഴിക്കുളം ശാല തുടങ്ങാൻ പ്രേരിപ്പിച്ചത്. ഗ്രാമീണത നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഗ്രാമത്തിൽ ഒരു യഥാർത്ഥ ഗ്രാമം. ആദ്യഘട്ടത്തിൽ 52 വീടുകൾ ഒരുക്കി. എല്ലാ വീടുകളും പ്രകൃതിയോട് ഇണങ്ങുന്നത്. മീനച്ചൂടിൽ ഗ്രാമങ്ങൾ പോലും ഉഷ്ണിച്ചുരുകുമ്പോൾ മൂഴിക്കുളം ശാലയിലെ വീടുകളിൽ കുളിർമ നിറയും. 23 വീടുകളും 4 കെട്ടു മാതൃകയിൽ. കാറ്റും വെളിച്ചവും നിറഞ്ഞു നിൽക്കുന്ന നടുമുറ്റമുള്ള വീടുകൾ. മഴയും കാറ്റും നിലാവും നക്ഷത്രങ്ങളും ആരും ക്ഷണിക്കാതെ വീടിനുള്ളിലേക്ക് ഇറങ്ങി വരുന്നു. ഗാഡ്ഗിൽ റിപ്പോർട്ട് മുന്നോട്ട് വച്ച ഒരു ആശയം തന്നെയാണ് ഈ മൂഴിക്കുളം ശാല. ഇത് പ്രകൃതി വിഭവങ്ങൾ കഴിയുന്നത്ര കുറച്ചുകൊണ്ട് പ്രകൃതിയോട് ഇണങ്ങി നമുക്ക് എങ്ങനെ ജീവിക്കാം എന്നുള്ളതിൻ്റെ ഒരു പറച്ചിലാണ്, മൂഴിക്കുളം ശാലയുടെ ഒരു പറച്ചിലാണ് ഈ ജൈവ ക്യാമ്പസ്. ഇത് മറ്റൊരു ലോകം, മറ്റൊരു ജീവിതം സാധ്യമാണ് എന്ന് ലോകത്തോട് ഉറക്കെയോ പതുക്കെയോ ഒക്കെ പറയുന്ന ഒരു പറച്ചിലുമായിട്ടും ഇതിനെ കാണാവുന്നതേ ഉള്ളൂ. DC ബുക്സിലെ 12 വർഷത്തെ സേവനം അവസാനിപ്പിച്ചാണ് ജൈവ ക്യാമ്പസിനായി പ്രേം ഇറങ്ങിത്തിരിക്കുന്നത്. ഒപ്പം നിൽക്കാൻ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ആ ഒറ്റ ധൈര്യത്തിൽ 2 ഏക്കർ 40 സെന്റിൽ പ്രോജക്റ്റ് തയ്യാറാക്കി. ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പ്ലാൻ തയ്യാറാക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഒടുവിൽ പ്രേം തന്നെ വീട് നിർമ്മാണത്തെക്കുറിച്ച് ഗഹനമായി പഠിച്ചു. രാത്രിയിൽ ഉറക്കമുളച്ചിരുന്ന് പ്ലാനുകൾ തയ്യാറാക്കി. വാസ്തുശാസ്ത്ര വിദഗ്ധരുമായി ചർച്ച നടത്തി. 23 നാലുകെട്ടും 29 ഒറ്റമുറി വീടുകളുമായി ജൈവ ക്യാമ്പസ് ഒരുങ്ങി. 5 സെന്റിൽ 4 കെട്ട്, 1 സെന്റിൽ 1 മുറിയും അടുക്കളയും ബാത്റൂമുമുള്ള കുഞ്ഞു വീട്.
ഇതിനിടെ നിർമ്മാണ സാമഗ്രികളുടെ വില കുത്തനെ ഉയർന്നപ്പോൾ വൻ സാമ്പത്തിക നഷ്ടമായി. വിശ്വസിച്ചു കൂടെ നിന്നവരെ ഓർത്തപ്പോൾ സ്വന്തം വീടും സ്ഥലവും വിറ്റ് പണി പൂർത്തിയാക്കി. വൻ നഷ്ടം നേരിട്ടെങ്കിലും 2011 മേടം 1 52 താക്കോലുകൾ കൈമാറി. അങ്ങനെ മൂഴിക്കുളം ശാല ജൈവ ക്യാമ്പസ് ഔപചാരികമായി തുറന്നു. അമ്പത്തിരണ്ട് വീടുകളുണ്ടെങ്കിലും 23 വീടുകളിലാണ് ഇപ്പോൾ താമസക്കാരുള്ളത്. ബാക്കി കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇപ്പോൾ 23 വീടുകളിലായിട്ട് ഒരു 60ഓളം ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അവരൊക്കെ ഈ മൂഴിക്കുളം ശാലയുടെ ഇത്തരം ഒരു പരിസ്ഥിതി സൗഹൃദ ജീവിതം ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ മന്ത്ലി ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വെൽഫെയർ അസോസിയേഷൻ ഉണ്ട്. ഇവരൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ, പൊതുവായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പൂക്കളും മരങ്ങളുമുള്ള നിറയെ തണുത്ത കാറ്റ് വീശുന്ന മതിലുകളില്ലാത്ത 52 വീടുകളുള്ള ഒരു പ്രദേശം. എല്ലാ മാസവും സാംസ്കാരിക പരിപാടികൾ, നല്ല ഭക്ഷണം കഴിക്കാനും നല്ല വായു ശ്വസിക്കാനും എത്തുന്നവർക്കായി അതിഥി മന്ദിരങ്ങൾ. ഭൗതികമായ വികസനം മാത്രമല്ല, ആത്മീയമായ വികാസവും ഉറപ്പാക്കുന്നു മൂഴിക്കുളം ജൈവശാല. ജൈവശാലയിലെത്തുന്ന അതിഥികൾക്കായി പ്രത്യേകം അതിഥി മന്ദിരങ്ങളുമുണ്ട്. വിദേശീയർ ഉൾപ്പെടെ ഒട്ടേറെ പേർ ഈ ക്യാമ്പസിൽ അതിഥികളായി മിക്കപ്പോഴും ഉണ്ടാകും. ഇവർക്കായി നാടൻ ഭക്ഷണം ഒരുക്കുന്നതും പ്രേമും കുടുംബവുമാണ്. സങ്കല്പത്തിലുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോഴും പല ബുദ്ധിമുട്ടുകൾ നമുക്കിതിൽ, നമ്മളൊരു ഫാമിലി ആകുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അതിൽ ഉണ്ട് എങ്കിലും, പക്ഷേ ഇതിൽ നമുക്ക് അത് കൂടാതെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാനും, ഒരുപാട് അറിയപ്പെടുന്ന വ്യക്തികൾ ഇവിടെ വരുന്നു. ഒരുപാട് ആൾക്കാരായിട്ട് നമുക്കൊരു ബന്ധം പുലർത്തായതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു നേട്ടമായിട്ട് തന്നെ ഇതിൽ കാണുന്നുണ്ട്. അതിൽ കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും, മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും, നമുക്കിപ്പോൾ അതൊരു വളരെ ഒരു സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ അതിൽ. കലാസാഹിത്യ പ്രവർത്തനങ്ങളും സജീവമാണിവിടെ. സാഹിത്യ സംവാദവും കച്ചേരിയും കൂത്തും കൂടിയാട്ടവുമെല്ലാം ഈ ജൈവ ക്യാമ്പസിന് തിളക്കമേകുന്നു. സാഹിത്യകൃതികളെ പരിപോഷിപ്പിക്കാനായി പ്രസാധകശാലയുമുണ്ട്. ക്യാമ്പസിലുള്ളവരുടെയും പുറത്തുള്ളവരുടെയും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് മൂഴിക്കുളം ശാല പബ്ലിക്കേഷൻസ്. ക്യാമ്പസിന്റെ പൊതുവായ സ്ഥലങ്ങളിലെല്ലാം ഫലവൃക്ഷങ്ങൾ തഴച്ചു വളരുന്നു. എല്ലാവർക്കുമുള്ളതാണ് ഈ പഴങ്ങളൊക്കെ. പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ മാവിൻ ചൂട്ടിലെ കുളിർമയാണ് ക്യാമ്പസിന്റെ മറ്റൊരു പ്രത്യേകത. മനുഷ്യർക്കു മാത്രമല്ല, കിളികൾക്കും കൊടുംചൂടിൽ അഭയമേകുന്നു ഈ നാട്ടുമാവ്. മാവും പ്ലാവും തെങ്ങും ഉൾപ്പെടെ ഒട്ടേറെ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ജൈവ ക്യാമ്പസിൽ. ഒപ്പം ഓരോ കുടുംബവും ആകും വിധമെല്ലാം പച്ചക്കറികളും വിളയിപ്പിച്ചെടുക്കുന്നു. നമ്മൾക്ക് ഇവിടെ ക്യാമ്പസിൽ ഇപ്പോൾ എല്ലാ കാലത്തേക്കും ആവശ്യമുള്ള ഇപ്പോൾ മാവ്, മാങ്ങ, ചക്ക, പിന്നെ പഴവർഗ്ഗങ്ങൾ, ഇലവർഗ്ഗങ്ങൾ, ഇതൊക്കെ കിട്ടാവുന്ന രീതിയിലുള്ള മരങ്ങളും ചെടികളും സസ്യങ്ങളും എല്ലാം ഇവിടെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ 40 മരം ആയ അത്തി, പേരാൽ, അരയാൽ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ 27 നക്ഷത്ര മരങ്ങളുണ്ട്. പിന്നെ ചന്ദനമുണ്ട്, നെല്ലിയുണ്ട്, അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട്. പിന്നെ പുഴയറമ്പിലാണെങ്കിൽ ഈ ജലശുദ്ധീകരണത്തിന് ആവശ്യമായിട്ടുള്ള ചെടികളുണ്ട്. ഔഷധ സസ്യങ്ങളുടെയും കലവറയാണ് ക്യാമ്പസ്. ചെറിയ രോഗങ്ങളെല്ലാം പമ്പ കടത്താൻ ക്യാമ്പസിലെ ചില മരുന്നുകൾ ധാരാളമെന്ന് പറയുന്നു പ്രേം. തഴുതാമ, കൊടവൻ്റെ ഇല, മുരിങ്ങയുടെ ഇല, പിന്നെ പൊന്നിയാങ്കണ്ണി ചീര, അങ്ങനെ ഉള്ള ഇലവർഗ്ഗങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ കറുക, കരിനൊച്ചിയുടെ ഇല, ആടലോടകം, പിന്നെ ദശപുഷ്പങ്ങൾ. ഇപ്പോൾ ഇവിടുത്തെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അധികം ആശുപത്രിയിൽ അങ്ങനെയൊന്നും പോകാറില്ല. അപ്പോൾ പനി, ചുമ, മേലുവേദന, നീരുവീഴ്ച,
ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആടലോടകവും പനിക്കൂർക്കലയും കരിനൊച്ചിയിടലയും പൂവാങ്കുറുന്നലയും പേരക്കൂമ്പും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു വെള്ളം തിളപ്പിച്ച് ആവി കൊള്ളുകയും അത് കുടിക്കുകയും അതുകൊണ്ട് കുളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ശീലമുണ്ട്. We salute real heroes. കുട്ടികളാണ് ഈ ലോകം ഏറെ ആസ്വദിക്കുന്നത്. ക്യാമ്പസ് ഒരു വലിയ കൂട്ടുകുടുംബമാണ്. ഒറ്റപ്പെടലില്ലാത്ത ജീവിതം. കളിക്കാൻ കൂട്ടില്ലാതെ ഒരു കുട്ടിക്കും കമ്പ്യൂട്ടറിന്റെയോ ടെലിവിഷന്റെയോ മുന്നിൽ ചടഞ്ഞിരിക്കേണ്ട. കുട്ടികൾ കളിക്കാനിറങ്ങുമ്പോൾ അമ്മമാരും പുറത്തിറങ്ങുന്നു. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും സൗഹൃദ സംഭാഷണത്തിനുമായി ഒരിടം. ഒരു 50 വർഷം മുമ്പുള്ള ഒരു ജീവിച്ചിരുന്ന ആ സുഖത്തിനെ പറ്റി എല്ലാവരും ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ കുറച്ചെങ്കിലും അത് അനുഭവിക്കുന്നവരാണ്. പിന്നെ ഞങ്ങൾക്ക് നല്ല മാർഗദർശിയാണ് ഇതിൻ്റെ പ്രൊമോട്ടർ പ്രേമേട്ടൻ. മനുഷ്യരെയും മാത്രമല്ല ചെടികളെയും പൂക്കളെയും മണ്ണിനെയും ഒക്കെ എങ്ങനെ സ്നേഹിക്കണമെന്ന് അദ്ദേഹം കാലത്തോട്ട് വൈകുന്നേരം വരെ അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ നോക്കി നടന്നാൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ കുട്ടികളും അദ്ദേഹത്തിനെ കണ്ട് ഫോളോ ചെയ്യണമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട്. മൂഴിക്കുളം തന്നെ ഒരു കലാഗ്രാമമാണ്. ചാക്യാന്മാരുടെയും കർണാടക സംഗീതജ്ഞരും ഇവിടെ ഒക്കെയുള്ള ഒരു ഗ്രാമമാണ്. അതിൽ മൂഴിക്കുളം ശാല ഇത്രയൊരു മനോഹരമായിട്ട് സെറ്റപ്പെടുത്തിയ പ്രേംജിയുടെ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. കളിയും പഠനവും കലയും ഒരുപോലെ കൊണ്ടു നടക്കുന്നവരാണ് ജൈവശാലയിലെ കുട്ടികൾ. ചെണ്ടയും ഇടയ്ക്കയും സംഗീതവുമൊക്കെ പഠിക്കാൻ ഇവിടെ സംവിധാനമുണ്ട്. പിന്നെ കുട്ടികൾക്ക് ആണെങ്കിലും എല്ലാ കലാപരമായിട്ട് നല്ല ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ്. പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാത്തിനും. കൂത്ത്, കൂടിയാട്ടം, പാട്ട്, ഈ വക എല്ലാ കാര്യങ്ങളും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. നിറഞ്ഞ സംതൃപ്തിയുണ്ട് പ്രേമിന്. എത്രയോ പ്രതിസന്ധികൾ കടന്ന് ഇങ്ങനെയൊരു ക്യാമ്പസ് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിൽ. പിന്നിലുള്ളതെല്ലാം മറന്നായിരിക്കരുത് മുന്നോട്ടുള്ള ജീവിതമെന്ന് പ്രേം 2 മക്കളെയും പഠിപ്പിച്ചിട്ടുണ്ട്. ശാലയിലെ കലാസാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഇളയ മകൻ വിവേക്. ഒപ്പം അറിയപ്പെടുന്ന ഗായകനും. രണ്ടര ഏക്കറിലെ 52 വീടുകളിൽ ഒതുങ്ങുന്നതല്ല പ്രേമിന്റെ സ്വപ്നം. 40 സെന്റ് സ്ഥലം കൂടി വാങ്ങിക്കഴിഞ്ഞു. ചാലക്കുടി പുഴയ്ക്ക് അഭിമുഖമായി ഇത്തവണ പദ്ധതിയിടുന്നത് ഒരു സോളാർ ഗ്രാമത്തിനാണ്. ഒറ്റമുറിയും അടുക്കളയുമുള്ള വീടുകൾ. ജൈവ പച്ചക്കറികളും പൊതു അടുക്കളയും നാട്ടുവൈദ്യവും പൊതുകലവറയുമുള്ള ഒരു ചെറിയ ഗ്രാമം. ഒപ്പം ജൈവ പാഠശാല എന്ന ആശയവും നടപ്പിലാക്കും. 50 വർഷത്തിനു മുമ്പുള്ള കേരളത്തിന്റെ തനത് ജീവിതം കണ്ടറിയാനും അനുഭവിക്കാനുമാണ് ജൈവ പാഠശാല. ഇനിയിപ്പോൾ മൂഴിക്കുളം ശാല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവിത പാഠശാലയാണ്. കേരളത്തിൻ്റെ ഒരു 50 വർഷം മുമ്പുള്ള ഒരു വീടാണ് ജീവിത പാഠശാല. ഇലക്ട്രിസിറ്റി ഇല്ലാത്ത, പൈപ്പ് വെള്ളം വരാത്ത, കപ്പിയും തുടിയും ഉപയോഗിച്ച് അടുക്കള കളറിൽ നിന്ന് വെള്ളം കോരി കൊട്ടത്തളവും പാതിയോമ്പറവും വിറക് ഊതിക്കത്തിച്ചും ഒക്കെ ജീവിക്കാനുള്ള ഒരു ജീവിത പാഠശാല. നമ്മുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെ പടിയിറങ്ങി പോയിട്ടുണ്ടോ അതെല്ലാം യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു വീടാണ്. അമ്മി, ആട്ടുകല്ല്, ഉരല് തുടങ്ങി എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടാകും. ഫർണിച്ചറുകളൊന്നും ഉണ്ടാവില്ല. നിലത്ത് പായ വിരിച്ച് അല്ലെങ്കിൽ തറയിൽ കിടന്നുറങ്ങാം. ഇരുന്ന് ജോലി ചെയ്യാം. അടുപ്പ് കൂട്ടാം. വിറക് ഊതി കത്തിക്കാം. അങ്ങനെ എല്ലാം കൊണ്ടും തനി ഒരു ജീവിതം. പിന്നെ ജൈവ ഭക്ഷണം മാത്രം, അതായത് രാസവളം, കീടനാശിനി ഒന്നും ഉപയോഗിക്കാത്ത ജൈവ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യാനുള്ള ഒരു അവസരവും ജീവിത പാഠശാലയിൽ ഉണ്ട്. ഒരുപാട് പേരോട് വന്നു കാണൂ, അറിയൂ. കാരണം എല്ലായിടത്തും ഉണ്ടാവട്ടെ ഇതുപോലെയുള്ള സംരംഭങ്ങൾ. നമ്മുടെ നാട് തിരിച്ചു പോവട്ടെ അതിൻ്റെ പഴമയിലേക്ക്, തനിമയിലേക്ക്, നന്മയിലേക്ക് എന്നൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ പലരോടും വന്ന് കാണണം.
ഇതുപോലെയുള്ള ഇനിഷ്യേറ്റീവുകൾ, സംരംഭങ്ങളൊക്കെ നാട്ടിലുണ്ടാവട്ടെ. ജൈവ കാർഷിക കലണ്ടറാണ് പ്രേം കേരളത്തിന് നൽകിയ മറ്റൊരു സംഭാവന. വട്ടെഴുത്ത് ലിപിയിൽ ചിങ്ങം മുതൽ കർക്കടകം വരെയുള്ള 12 മാസ കലണ്ടറാണിത്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഞാറ്റുവേല കലണ്ടർ, ഇംഗ്ലീഷ് ഫോണറ്റിക്സോടുകൂടി മലയാളം അക്ഷരമാല വ്യക്തമാക്കുന്ന അമ്മ മലയാളം കലണ്ടർ, സൂര്യൻ, ചന്ദ്രൻ, രാശി, കാലപുരുഷൻ എന്നിവയുടെ ബന്ധം പ്രതിപാദിക്കുന്ന രാശി കലണ്ടർ എന്നിവയും തയ്യാറാക്കിയിട്ടുണ്ട് പ്രേം. ഏറെ പണിപ്പെട്ട് തയ്യാറാക്കുന്ന കലണ്ടറുകൾ വെറും കൗതുകത്തിനു വേണ്ടി മാത്രമാണ് പലരും വാങ്ങുന്നത്. പാരിസ്ഥിതിക സാംസ്കാരിക കലണ്ടറാണ് പ്രേമിന്റെ മറ്റൊരു പ്രയത്നം. കേരളത്തിന്റെ ഇന്നലകളെയും ഇന്നിനെയും അടിസ്ഥാനമാക്കിയുള്ള നാളെ എന്ന സങ്കല്പമാണ് ഈ കലണ്ടർ മുന്നോട്ട് വയ്ക്കുന്നത്. നാട്ടറിവുകളെ അടിസ്ഥാനമാക്കിയാണിത്. ഞാറ്റുവേല കലണ്ടറിന്റെ വിസ്തരിച്ച രൂപമാണിത്. പൂർവികരുടെ അനുഗ്രഹം ഒന്നു മാത്രമായിരിക്കും ഇത്തരത്തിലൊരു പദ്ധതിക്കായി തന്നെ നിയോഗിച്ചതിന്റെ പിന്നിലെന്ന് പ്രേം വിശ്വസിക്കുന്നു. അണുകുടുംബത്തിന്റെ അസ്വസ്ഥതയിൽ നിന്നുള്ള തിരിച്ചുവരവാണിത്. ഓരോ കുടുംബവും സ്വകാര്യത കാത്തുസൂക്ഷിച്ചുകൊണ്ട് കൂട്ടുകുടുംബത്തിന്റെ സുരക്ഷിതത്വം അനുഭവിച്ചറിയുന്നു. വാതിലുകളും ജനലുകളും തുറന്നിട്ട് കാറ്റും വെളിച്ചവും ആസ്വദിച്ച് ജീവിക്കുന്നു. എല്ലാം കണ്ട് പ്രേമിന്റെ മനസ്സു നിറയുന്നു. ജൈവ ക്യാമ്പസിലെ ഓരോ തരി മണ്ണിനുമറിയാം ആ സന്തോഷം. ഇവിടെ ഈ മൂഴിക്കുളം ശാലയിൽ പ്രേമിനെ അറിയാത്ത ഒരു ജീവിയും ഉണ്ടാകില്ല. ഒരു കുഞ്ഞു പൂവിനു പോലും അറിയാം ജീവനിലും മനസ്സിലും മലയാളത്തനിമ എന്ന മന്ത്രം നിരന്തരം ഉരുവിടുന്ന പ്രേംകുമാറിനെ. എപ്പോഴും തുറന്നു കിടക്കുന്ന, കാവൽക്കാരനില്ലാത്ത ഈ പടിപ്പുര കടന്നാൽ മറ്റൊരു ലോകമാണ്. അടച്ചിട്ട വാതിലുകൾക്കുള്ളിലെ ഉഷ്ണജീവിതം മടുത്തവർക്ക് ഇതൊരു പറുദീസയാണ്. ഏതു രാത്രിയിലും കതകു തുറന്ന് പുറത്തു കിടക്കാം, നിലാവ് കണ്ട് പുഴക്കാറ്റേറ്റ് അങ്ങനെ നടക്കാം. വാതിൽ കുത്തി തുറന്ന് കൊള്ളയടിക്കാനും ചാടി വീണ് ആക്രമിക്കാനും ഇവിടെ ആരുമില്ല. ഈ മണ്ണിന്റെ പാരമ്പര്യം മറ്റൊന്നാണ്. ഈ ക്യാമ്പസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈലൻസാണ്, ഒരു നിശബ്ദത. ഈ നിശബ്ദതയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. നമ്മളുടെ ഒരു കൺസെപ്റ്റ് തന്നെ പടിപ്പുര കടക്കുമ്പോൾ ഓരോ ജീവിതവും മാറി മറിയണം എന്നാണ്. ഇവിടെ വന്ന് തിരിച്ചു പോകുന്ന ആൾക്കാർക്ക് മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു സ്പാർക്ക് ഉണ്ടാകണം എന്നാണ് മൂഴിക്കുളം ശാലയുടെ ആഗ്രഹം.